തുറമുഖങ്ങളിൽ മനുഷ്യർക്ക് പകരം റോബോട്ടുകൾ മാത്രം ഭരണം നടത്തുന്ന ഒരു ലോകം. ഹൈവേകൾ കടലിന് മുകളിലൂടെയല്ല, മറിച്ച് കടലിന്റെ അടിത്തട്ടിലൂടെ ചീറിപ്പായുന്ന കാഴ്ച. കേൾക്കുമ്പോൾ ഇതൊരു സയൻസ് ഫിക്ഷൻ സിനിമയാണെന്ന് തോന്നുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് തെറ്റി. കൺസ്ട്രക്ഷന്റെയും എഞ്ചിനീയറിംഗിന്റെയും കാര്യത്തിൽ ലോകമിന്ന് സ്വപ്നം പോലും കാണാൻ മടിക്കുന്ന കാര്യങ്ങളാണ് ചൈന യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കയുടെയും യൂറോപ്പിന്റെയും അടിസ്ഥാന സൗകര്യങ്ങൾ പഴഞ്ചനായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ ചൈന നിർമ്മിക്കുന്ന ഓരോ പ്രോജക്റ്റും ലോകത്തെ ഞെട്ടിക്കുകയാണ്. വെറുമൊരു നിർമ്മാണമല്ല, മറിച്ച് എഞ്ചിനീയറിംഗിന്റെ സകല അതിർവരമ്പുകളും ലംഘിച്ചുകൊണ്ടുള്ള അമ്പരപ്പിക്കുന്ന അത്ഭുതങ്ങൾ. ചൈനയെ ലോകരാജ്യങ്ങളെക്കാൾ 150 വർഷം മുന്നിലെത്തിച്ചു എന്ന് പറയപ്പെടുന്ന ആ 8 മെഗാ പ്രോജക്റ്റുകൾ ഏതൊക്കെയാണെന്നറിയാമോ? അടുത്ത അമേരിക്ക ചൈനയാണെന്ന് ലോകം വിളിച്ചു പറയുന്നതിന്റെ കാരണങ്ങൾ ഇതാ. ഒട്ടും വൈകിക്കണ്ട. ചൈനയുടെ ഏറ്റവും ചെലവേറിയതും വിസ്മയിപ്പിക്കുന്നതുമായ ആ പ്രോജക്റ്റുകളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. വീഡിയോയുടെ അവസാനം നിങ്ങൾ സ്വയം ചോദിക്കും, ഇതൊക്കെ എങ്ങനെ മനുഷ്യസാധ്യമാണ്? അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്പർ 8, ഹോങ്കോങ് ഷൂഹായ് മക്കാവു ബ്രിഡ്ജ്. പട്ടികയിൽ 8ാം സ്ഥാനത്തുള്ള ഹോങ്കോങ് ഷൂഹായ് മക്കാവു പാലത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ദൂരെ നിന്ന് നോക്കുമ്പോൾ നീലജലത്തിൽ ഒഴുകി നടക്കുന്ന വെള്ളി നിറത്തിലുള്ള നേർത്ത വര പോലെയാണിത് തോന്നുക. എന്നാൽ യഥാർത്ഥത്തിൽ ഇത് എഞ്ചിനീയറിംഗിന്റെ മികച്ച ഉദാഹരണവും ലോകത്തിലെ ഏറ്റവും സാഹസികമായ നിർമ്മാണങ്ങളിലൊന്നുമാണ്. ഏകദേശം 55 കിലോമീറ്റർ നീളമുള്ള ഈ പാലം തുരങ്കം, ആർട്ടിഫിഷ്യൽ ഐലൻഡ് അതായത് കൃത്രിമ ദ്വീപ് എന്നിവയുടെ സംയോജനമാണ്. ഇത് 3 വലിയ നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു. ഇതിലൂടെ പണ്ട് ബോട്ടിൽ മണിക്കൂറുകളെടുത്തിരുന്ന യാത്ര ഇപ്പോൾ കാറിൽ മിനിറ്റുകൾക്കുള്ളിൽ എളുപ്പമായി മാറുന്നു. എന്നാൽ ഇത് നിർമ്മിക്കുക എളുപ്പമായിരുന്നില്ല. ഇത് നിർമ്മിക്കുന്നതിന് നിർമ്മാതാക്കൾക്ക് കടലിനോട് നേരിട്ട് പോരാടേണ്ടി വന്നു. പേൾ റിവർ ഡെൽറ്റയിലെ ഈ പ്രദേശം ശക്തമായ തിരമാലകൾക്കും അപകടകരമായ കൊടുങ്കാറ്റുകൾക്കും പേരുകേട്ടതാണ്. ഇവിടെ പാലം നിർമ്മിക്കുന്നതിനായി 2 ആർട്ടിഫിഷ്യൽ ഐലൻഡുകൾ, അതായത് മനുഷ്യൻ നിർമ്മിച്ച ദ്വീപുകൾ നിർമ്മിക്കേണ്ടി വന്നു. ഈ ദ്വീപുകൾ വെറും മൺകൂനകളല്ല, മറിച്ച് ഇരുമ്പിന്റെ 100-ലധികം കൂറ്റൻ സിലിണ്ടറുകൾ കടലിന്റെ ആഴത്തിൽ കുഴിച്ചിട്ടാണ് നിർമ്മിച്ചത്. ഓരോ സിലിണ്ടറും കല്ലും മണലും കൊണ്ട് നിറച്ചു. അങ്ങനെ അത് ഉറപ്പുള്ളതായി മാറി. പാലത്തെ തുരങ്കവുമായി ബന്ധിപ്പിക്കുക എന്നതായിരുന്നു ഈ ദ്വീപുകളുടെ ലക്ഷ്യം. ഈ പദ്ധതിയുടെ ഏറ്റവും ആവേശകരമായ ഭാഗം കടലിനടിയിലുള്ള തുരങ്കമാണ്. ഇതിന് ഏകദേശം 6 കിലോമീറ്റർ നീളമുണ്ട്. ഈ തുരങ്കം വെള്ളത്തിനടിയിൽ ഒരു കടങ്കഥ പോലെയാണ് കൂട്ടിച്ചേർത്തത്. എഞ്ചിനീയർമാർ ഭൂമിക്കടിയിലെ കോൺക്രീറ്റിൽ വലിയ ഡ്രെയിനേജ് ഘടന നിർമ്മിച്ചു. ഓരോ പൈപ്പിനും ഏകദേശം 80,000 ടൺ ഭാരമുണ്ടായിരുന്നു. പിന്നീട് അവ വെള്ളത്തിലേക്ക് കൊണ്ടുപോയി താഴ്ത്തി. ഇത്രയും ഭാരമേറിയ കോൺക്രീറ്റ് ബോക്സുകൾ വെള്ളത്തിനടിയിൽ കൃത്യമായ സ്ഥലത്ത് ഘടിപ്പിക്കുന്നത് എത്ര ബുദ്ധിമുട്ടായിരിക്കുമെന്ന് ചിന്തിച്ചു നോക്കൂ. മുകളിലൂടെ പോകുന്ന വലിയ ചരക്ക് കപ്പലുകൾക്ക് തടസ്സമുണ്ടാകാതിരിക്കാനാണ് ഇതെല്ലാം ചെയ്തത്. ഈ പദ്ധതിയുടെ തുക ചെലവ് ഏകദേശം $18.9 ബില്യൺ ആയിരുന്നു. നമ്പർ 8, റാഫേൽ സിറ്റി ചോങ്കിങ്. ഇനി നമുക്ക് ഭൂമിക്ക് മുകളിൽ മേഘങ്ങളിലേക്ക് പോകാം. 7ാം സ്ഥാനത്ത് റാഫേൽ സിറ്റി ചോങ്കിങ്. സാധാരണയായി നമ്മൾ ആകാശം മുട്ട നിൽക്കുന്ന കെട്ടിടങ്ങളെ നേരെ നിർമ്മിക്കുകയും അവയെ നേരെ കാണുകയും ചെയ്യുന്നു. എന്നാൽ ചൈന ഇവിടെ വ്യത്യസ്തമായി എന്തു ചെയ്തു? ഈ കെട്ടിടം വെറുതെ നിൽക്കുകയല്ല, ഇത് ആകാശത്ത് ഒഴുകി നടക്കുന്നതുപോലെയാണ് തോന്നുന്നത്. അവർ 8 ടവറുകൾ നിർമ്മിക്കുകയും അതിൽ 4 ടവറുകൾക്ക് മുകളിലായി കിടക്കുന്ന രീതിയിലുള്ള ഒരു കെട്ടിടം സ്ഥാപിക്കുകയും ചെയ്തു. ഈ സ്ട്രക്ചറിനെ ദ ക്രിസ്റ്റൽ എന്നാണ് വിളിക്കുന്നത്. ഈ ക്രിസ്റ്റൽ ഭൂമിയിൽ നിന്ന് 820 അടി ഉയരത്തിലും ഏകദേശം 1000 അടി നീളത്തിലുമാണ്. ദൂരെ നിന്ന് നോക്കുമ്പോൾ ഭാവിയിലെ ഒരു കപ്പൽ വായുവിൽ ഒഴുകി നടക്കുന്നത് പോലെ തോന്നും. ഇതിനുള്ളിൽ പൂന്തോട്ടങ്ങൾ, സ്വിമ്മിംഗ് പൂൾ, റെസ്റ്റോറന്റ്, ഒരു വ്യൂയിംഗ് ഡെക്ക് എന്നിവയുണ്ട്. അവിടെ വിനോദത്തിനായി ടൂറിസ്റ്റുകൾക്ക് താഴെ ഇറങ്ങാതെ തന്നെ ഒരു ടവറിൽ നിന്ന് മറ്റൊരു ടവറിലേക്ക് പോകാം. എന്നാൽ ഇതവിടെ ഉറപ്പിച്ചു നിർത്തുക എന്നത് എഞ്ചിനീയറിംഗിന് വലിയൊരു വെല്ലുവിളിയായിരുന്നു. യാങ്സി, ജാലിയാങ് നദികൾ സംഗമിക്കുന്ന ഇടമാണ് ചോങ്കിങ്. ഇവിടെ അതിശക്തമായ കാറ്റ് വീശുന്നു. അതുകൊണ്ട് ടവറുകളും ഈ ക്രിസ്റ്റൽ പാലവും വഴക്കമുള്ളതാകേണ്ടത് വളരെ പ്രധാനമായിരുന്നു. ഇത് നിർമ്മിച്ച രീതിയും തികച്ചും വ്യത്യസ്തമായിരുന്നു. ഈ ക്രിസ്റ്റൽ ഒരു കഷ്ണമല്ല നിർമ്മിച്ചത്, മറിച്ച് 9 ഭാഗങ്ങളായാണ് നിർമ്മിച്ചത്. ചില ഭാഗങ്ങൾ ടവറുകൾക്ക് നേരെ മുകളിൽ ഘടിപ്പിച്ചു. എന്നാൽ ബാക്കി ഭാഗങ്ങൾ നിലത്ത് നിർമ്മിച്ച് ഹൈഡ്രോളിക് ജാക്ക് മെഷീനുകളുടെ സഹായത്തോടെ 100 കണക്കിന് അടി ഉയരത്തിലേക്ക് ഉയർത്തി. ഒരു കെട്ടിടത്തിന്റെ അത്രയും വലിപ്പമുള്ള ഭാഗം വായുവിൽ സാവധാനം മുകളിലേക്ക് പോകുന്നതൊന്ന് ചിന്തിച്ചു നോക്കൂ. ചെറിയൊരു കാറ്റിനു പോലും അതിനെ ഒരു പെൻഡുലം പോലെ ചലിപ്പിക്കാൻ കഴിയും. $4.8 ബില്യൺ ചെലവഴിച്ചാണ് ഈ പദ്ധതി പൂർത്തിയാക്കിയത്. ഇന്നിത് ചോങ്കിങ്ങിന്റെ ഏറ്റവും പ്രസിദ്ധമായ അടയാളമായി മാറിയിരിക്കുന്നു. 6ാം സ്ഥാനം, ഷാങ്ഹായ് യാങ്സൺ ഡീപ്പ് വാട്ടർ പോർട്ട്. 6ാം സ്ഥാനത്ത് നമ്മൾ മനുഷ്യരല്ല, മറിച്ച് യന്ത്രങ്ങൾ കൈക്കലാക്കിയ ഒരു തുറമുഖത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഷാങ്ഹായിലെ യാങ്സൺ ഡീപ്പ് വാട്ടർ പോർട്ട്.
എഞ്ചിനീയർമാർ കടലിന് നടുവിൽ ഒരു പുതിയ ദ്വീപ് നിർമ്മിക്കുകയും അവിടെ ലോകത്തിലെ ഏറ്റവും വലിയ ഓട്ടോമേറ്റഡ് കണ്ടെയ്നർ ടെർമിനൽ സ്ഥാപിക്കുകയും ചെയ്തു. ഇവിടുത്തെ കാഴ്ച ഒരു സയൻസ് ഫിക്ഷൻ സിനിമ പോലെയാണ്. ഇവിടെ 21 കൂറ്റൻ ക്രെയിനുകളും 100-ലധികം ഓട്ടോമേറ്റഡ് സ്റ്റാക്കിംഗ് ക്രെയിനുകളുമുണ്ട്. എന്നാൽ ഇവ പ്രവർത്തിപ്പിക്കാൻ മനുഷ്യരാരും ക്യാബിനിലിരിക്കുന്നില്ല. എല്ലാം ഒരു സെൻട്രൽ ബ്രെയിൻ വഴിയാണ് നിയന്ത്രിക്കുന്നത്. ഏത് കണ്ടെയ്നർ എവിടെ പോകണമെന്നത് തീരുമാനിക്കുന്നു. നിലത്തോടുന്ന വാഹനങ്ങളും ഡ്രൈവർ ഇല്ലാത്തവയാണ്. ഇവിടെ 125-ലധികം റോബോട്ടിക് വാഹനങ്ങളുണ്ട്. അവ കണ്ടെയ്നറുകൾ എടുത്ത് കൃത്യസ്ഥലത്തെത്തിക്കുന്നു, അതും 24 മണിക്കൂറും തളരാതെ. ഈ മെഷീൻ ഭക്ഷണമോ വിശ്രമമോ എടുക്കുന്നില്ല. ഏറ്റവും അത്ഭുതകരമായ കാര്യം, രാത്രിയിൽ ഇവിടെ വെളിച്ചത്തിന്റെ ആവശ്യമില്ല. കാരണം യന്ത്രങ്ങൾക്ക് കാണാൻ വെളിച്ചം വേണ്ട. ഈ പോർട്ട് മുഴുവൻ ഇരുട്ടിൽ പൂർണ്ണ വേഗത്തിൽ പ്രവർത്തിക്കുന്നു. സെൻസറുകളും ലേസറുകളുടെയും സഹായത്തോടെ ഈ സിസ്റ്റം മൂടൽമഞ്ഞിലും മഴയിലും കൃത്യമായി പ്രവർത്തിക്കുന്നു. ഷാങ്ഹായിയെ ലോകത്തിലെ ഏറ്റവും തിരക്കുള്ള തുറമുഖമായി നിലനിർത്താൻ ഈ പദ്ധതി സഹായിച്ചു. ഇതിന്റെ നിർമ്മാണ ചെലവ് ഏകദേശം $1.95 ബില്യൺ ആയിരുന്നു. നമ്പർ 5. 3 ഗോർജസ് ഡാം ഷിപ്പ് ലിഫ്റ്റ്. 5-ാം സ്ഥാനത്ത് ബുദ്ധിഭ്രമമുണ്ടാക്കുന്ന ഒരു യന്ത്രമാണ് 3 ഗോർജസ് ഡാം ഷിപ്പ് ലിഫ്റ്റ്. നിങ്ങൾക്കൊരു വലിയ കപ്പലിനെ ഡാമിന് മുകളിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങളത് എങ്ങനെ കൊണ്ടുപോകും? ചൈന ഇതിനായി ലോകത്തിലെ ഏറ്റവും വലിയ ലിഫ്റ്റ് നിർമ്മിച്ചു. ഈ ലിഫ്റ്റ് 3000 ടൺ ഭാരമുള്ള ഏത് കപ്പലിനെയും വെള്ളത്തോടൊപ്പം ഉയർത്തുകയും 370 അടി മുകളിലേക്കോ താഴേക്കോ കൊണ്ടുപോകുകയും ചെയ്യുന്നു. നേരത്തെ കപ്പലുകൾക്ക് ഡാം മറികടക്കാൻ 3 മുതൽ 4 മണിക്കൂർ വരെ എടുക്കുമായിരുന്നു. ഇപ്പോൾ ഈ ജോലി വെറും 40 മിനിറ്റിനുള്ളിൽ നടക്കുന്നു. ഈ ലിഫ്റ്റിന്റെ ചേംബർ കപ്പൽ ഒഴുകി നടക്കുന്ന ഒരു വലിയ സ്വിമ്മിംഗ് പൂൾ പോലെയാണ്. ഇത് നിർമ്മിക്കുന്നതിനായി എഞ്ചിനീയർമാർ മലമുറിച്ച് സ്ഥലമുണ്ടാക്കി. ഇതിൽ കേബിൾ ഉപയോഗിച്ചിട്ടില്ല, കാരണം അത് അപകടകരമായേക്കാം. അതിനു പകരം റാക്ക് ആൻഡ് പിനിയൻ സിസ്റ്റമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനാൽ ഭൂകമ്പമുണ്ടായാൽ പോലും ഈ ലിഫ്റ്റ് വീഴില്ല. ഈ മുഴുവൻ സിസ്റ്റവും എത്രത്തോളം കൃത്യമാണെന്നാൽ ഇത്രയും വലിയ ഭാരമുണ്ടായിട്ടും ഇത് മില്ലിമീറ്റർ കൃത്യതയോടെ നിൽക്കുന്നു. ലോകത്തിലെ ഏറ്റവും വിലയേറിയ പദ്ധതികളിലൊന്നായ 3 ഗോർജസ് ഡാം പദ്ധതിയുടെ ഭാഗമാണിത്. നമ്പർ 4. ബീജിംഗ് ഡാക്സിംഗ് ഇന്റർനാഷണൽ എയർപോർട്ട്. 4-ാം സ്ഥാനത്ത് ബീജിംഗിലെ പുതിയ ഡാക്സിംഗ് ഇന്റർനാഷണൽ എയർപോർട്ടാണ്. മുകളിൽ നിന്ന് നോക്കുമ്പോൾ നിലത്ത് പരന്നു കിടക്കുന്ന ഒരു സുവർണ്ണ സ്റ്റാർ ഫിഷ് പോലെയാണിത് തോന്നുക. ഇതിന്റെ വലിപ്പം 75 ലക്ഷം ചതുരശ്ര അടിയാണ്. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ സിംഗിൾ കെട്ടിടങ്ങളിൽ ഒന്നാണിത്. ഈ വിമാനത്താവളത്തിന്റെ ഡിസൈൻ വെറും സൗന്ദര്യത്തിനു വേണ്ടിയുള്ളതല്ല. സാധാരണയായി വലിയ വിമാനത്താവളങ്ങളിൽ യാത്രക്കാർക്ക് ഗേറ്റിലെത്താൻ ഒരുപാട് നടക്കേണ്ടി വരും. നീണ്ട ഇടനാഴികളിൽ അവർ തളർന്നു പോകും. എന്നാൽ ഡാക്സിംഗിന്റെ ഡിസൈൻ എങ്ങനെയാണെന്നാൽ നടുവിലെ ഭാഗത്ത് നിന്ന് ഏത് ഗേറ്റിലേക്കും എത്താൻ വെറും 8 മിനിറ്റ് മതി. ഇതിന്റെ മേൽക്കൂര സ്റ്റീലിന്റെ കൂറ്റൻ ഘടനകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് തൂണുകളില്ലാതെ തന്നെ വളരെ വലിയ പ്രദേശം മറയ്ക്കുന്നു. ഇതിലൂടെ ഉള്ളിലേക്ക് പ്രകൃതിദത്തമായ വെളിച്ചം വരുന്നു. ഭൂമിക്കടിയിലും എഞ്ചിനീയറിംഗ് അത്ഭുതമുണ്ട്. ടെർമിനലിന് താഴെ ഒരു വലിയ ട്രാൻസ്പോർട്ട് ഹബ് ഉണ്ട്. അവിടെ ഹൈസ്പീഡ് ട്രെയിനും മെട്രോയും ചേരുന്നു. നിങ്ങൾ വിമാനത്തിൽ നിന്ന് ഇറങ്ങി ലഗേജ് എടുത്ത് നേരിട്ട് താഴെ പോയി അതിവേഗ ട്രെയിനിൽ കയറാം. അത് നിങ്ങളെ നഗരത്തിന്റെ മധ്യഭാഗത്തേക്ക് കൊണ്ടുപോകും. ഈ മുഴുവൻ പദ്ധതിയും പൂർത്തിയാക്കാൻ ഏകദേശം $63 ബില്യൺ ചെലവ് വന്നിട്ടുണ്ട്, സമീപത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെ. ഇതെല്ലാം വെറും 5 വർഷം കൊണ്ട് നിർമ്മിച്ചു എന്നത് തന്നെ റെക്കോർഡാണ്. നമ്പർ 3. പിങ് ആൻഡ് ഫിനാൻസ് സെന്റർ. 3-ാം സ്ഥാനത്ത് പിങ് ആൻഡ് ഫിനാൻസ് സെന്ററാണ്. ഷെൻസനിൽ നിർമ്മിച്ച ഈ കെട്ടിടം ലോകത്തിലെ 5ാമത്തെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടവും തെക്കൻ ചൈനയിലെ ഏറ്റവും ഉയരം കൂടിയതുമാണ്. കടൽ തീരത്തായതിനാൽ ഇവിടെ കൊടുങ്കാറ്റുകളുടെയും ശക്തമായ കാറ്റിന്റെയും ഭീഷണി എപ്പോഴുമുണ്ട്. അതുകൊണ്ട് ഈ കെട്ടിടം സ്ട്രീം ലൈനായാണ് നിർമ്മിച്ചിരിക്കുന്നത്. മുകളിലേക്ക് പോകുമ്പോൾ നേർത്തതാകുന്ന ഒരു റോക്കറ്റ് പോലെ. ഇതിന്റെ ഡിസൈൻ കാറ്റിന്റെ സമ്മർദ്ദം 35% വരെ കുറയ്ക്കുന്നു. അതിനാൽ കൊടുങ്കാറ്റ് സമയത്തും ഈ കെട്ടിടം സ്ഥിരമായി നിൽക്കുന്നു. ഈ കെട്ടിടത്തിന്റെ ഏറ്റവും പ്രത്യേകത ഇതിൽ അലൂമിനിയത്തിന് പകരം സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിച്ചിരിക്കുന്നു എന്നതാണ്. ഷെൻസനിലെ വായുവിൽ ഉപ്പും ഈർപ്പവും വളരെ കൂടുതലാണ്. ഇത് സാധാരണ ലോഹങ്ങളെ തുരുമ്പിക്കും. എന്നാൽ ഈ പ്രത്യേക സ്റ്റീൽ വർഷങ്ങളോളം തിളങ്ങിക്കൊണ്ടിരിക്കും. ഈ പ്രൊജക്ടിന്റെ തിരക്കേറിയ സമയത്ത് സൈറ്റിൽ 15,000 തൊഴിലാളികൾ ജോലി ചെയ്തിരുന്നു. ഈ ടവർ ഓഫീസുകൾക്ക് വേണ്ടി മാത്രമല്ല, മറിച്ച് ഇതൊരു എഞ്ചിനീയറിംഗ് വെല്ലുവിളിയായിരുന്നു. അതിനെ അവർ കലയാക്കി മാറ്റി. നമ്പർ 2. ഷാങ്ഹായ് ടവർ. 2-ാം സ്ഥാനത്ത് ഷാങ്ഹായ് ടവറാണ്. 2073 അടി ഉയരമുള്ള ഇത് ചൈനയിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമാണ്. ഇതിന്റെ ഡിസൈൻ ഏറ്റവും സവിശേഷമാണ്. ഈ കെട്ടിടം താഴെ നിന്ന് മുകളിലേക്ക് തിരിഞ്ഞു പോകുന്നു, അതായത് ട്വിസ്റ്റായി പോകുന്നു. ഏകദേശം 120 ഡിഗ്രിയുള്ള ഈ തിരിവ് വെറും സ്റ്റൈലിന് വേണ്ടിയുള്ളതല്ല, മറിച്ച് കാറ്റിനെ മുറിച്ചു കടക്കാൻ ഇത് സഹായിക്കുന്നു. എഞ്ചിനീയർമാർ വിൻഡ് ടണലിൽ പരീക്ഷണം നടത്തിയപ്പോൾ ഈ തിരിവുള്ള ആകൃതി കാരണം കാറ്റിന്റെ സമ്മർദ്ദം 24% വരെ കുറഞ്ഞതായി കണ്ടെത്തി. ഇത് നിർമ്മാണ സാമഗ്രികളിൽ കോടിക്കണക്കിന് $. ലാഭിക്കാൻ സഹായിച്ചു. ഇതിനുള്ളിൽ ലോകത്തിലെ ഏറ്റവും വേഗതയിലുള്ള ലിഫ്റ്റാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഇത് മണിക്കൂറിൽ 86 മൈൽ വേഗത്തിൽ സഞ്ചരിക്കും. നിങ്ങളുടെ ചെവികൾ മരവിച്ചു പോകും. എന്നാൽ നിങ്ങൾ 1 മിനിറ്റിനുള്ളിൽ ഏറ്റവും മുകളിലെത്തും. അവിടെ നിന്ന് ഷാങ്ഹായ് നഗരം മുഴുവൻ കാണാം. കെട്ടിടം വായുവിൽ ആടുന്നത് തടയാൻ ഏറ്റവും മുകളിൽ 1000 ടണ്ണിന്റെ ഒരു മാസ് ഡാമ്പറാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഇതൊരു തരം പെൻഡുലമാണ്. ഇത് കാറ്റിന്റെ എതിർ ദിശയിൽ ചലിക്കുകയും കെട്ടിടത്തെ സന്തുലിതമാക്കുകയും ചെയ്യുന്നു.
ഈ കെട്ടിടത്തിന്റെ അടിത്തറയ്ക്കായി എഞ്ചിനീയർമാർ ഏകദേശം 61,000 ക്യൂബിക് മീറ്റർ കോൺക്രീറ്റിന്റെ ഒരു വലിയ അടിത്തറയിട്ടു. ഇത് ഏകദേശം 2 ദിവസം തുടർച്ചയായി നടന്നു. നമ്പർ 1, ഷെൻസെൻ സോങ്സാൻ ലിങ്ക്. അവസാനം 1-ാം സ്ഥാനത്ത് 2024-ൽ ജനങ്ങൾക്ക് വേണ്ടി തുറന്നുകൊടുത്ത ഒരു പുതിയ പദ്ധതിയാണ് ഷെൻസെൻ സോങ്സാൻ ലിങ്ക്. ഈ പദ്ധതി ഹോങ്കോങ് പാലത്തേക്കാൾ വെല്ലുവിളി ചേർന്നതാണ്. 24 കിലോമീറ്റർ നീളമുള്ള ഇത് പാലങ്ങളും തുരങ്കവും മനുഷ്യൻ നിർമ്മിച്ച ദ്വീപുകളും ഉൾപ്പെടുന്നു. പേൾ റിവർ ഡെൽറ്റയിലെ 2 വലിയ നഗരങ്ങളെ ഇത് ബന്ധിപ്പിക്കുന്നു. പണ്ട് മണിക്കൂറുകൾ എടുത്തിരുന്ന യാത്ര ഇപ്പോൾ വെറും 30 മിനിറ്റായി മാറി. ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ സവിശേഷത കടലിനടിയിലുള്ള തുരങ്കമാണ്. ലോകത്തിലെ ഏറ്റവും വീതിയേറിയ സ്റ്റീൽ കോൺക്രീറ്റ് തുരങ്കമാണിത്. ഇവിടെ എഞ്ചിനീയർമാർ ഒരു പുതിയ റെക്കോർഡ് സൃഷ്ടിച്ചു. അവർ റോഡിനെ കടലിനടിയിൽ വെച്ച് ഇന്റർചേഞ്ച് ചെയ്തു. അതായത് നിങ്ങൾക്ക് കടലിനടിയിൽ വെച്ച് തന്നെ ദിശ മാറ്റാം. ഈ തുരങ്കത്തിന്റെ ഓരോ ഭാഗവും ഒരു യുദ്ധക്കപ്പലിന്റെ അത്രയും ഭാരമുണ്ടായിരുന്നു. GPS-ന്റെയും സോണാറിന്റെയും സഹായത്തോടെ ഇവ വെള്ളത്തിനടിയിൽ കൂട്ടിച്ചേർത്തു. ഡൈവർമാർ 100 അടി താഴെ പോയി ജോലി ചെയ്തു. മുകളിൽ നിർമ്മിച്ച പാലം ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലുകൾക്ക് അതിനടിയിൽ കൂടെ സുഖമായി കടന്നുപോകാനത്ര ഉയരമുള്ളതാണ്. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ചൈന ഇനി ഒരിടത്തും നിൽക്കാൻ പോകുന്നില്ല എന്ന് ഈ പദ്ധതി തെളിയിച്ചു. ചുരുക്കത്തിൽ, ലോകത്തെ മറ്റു വൻശക്തികൾ പഴയ അടിസ്ഥാന സൗകര്യങ്ങൾ നന്നാക്കാൻ പാടുപെടുമ്പോൾ ചൈന ഭാവിയെ ഇന്ന് തന്നെ നിർമ്മിച്ചെടുക്കുകയാണ്. ഇനി പറയൂ, ഈ 8 അത്ഭുതങ്ങളിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ അമ്പരപ്പിച്ചതേതാണ്? മനുഷ്യരില്ലാതെ പ്രവർത്തിക്കുന്ന ആ റോബോട്ട് തുറമുഖമോ അതോ കടലിനടിയിലെ ആ അത്ഭുത തുരങ്കമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഇതുപോലെയുള്ള കൂടുതൽ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.